വീണ്ടും ഒരു സെൻസസിൻ്റെ കാലമാണ്. കഴിഞ്ഞ സെൻസസ് പ്രകാരം നമ്മുടെ സമൂഹത്തിൽ വാർദ്ധക്യത്തോടടുത്ത ആൾക്കൂട്ടം ആകെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ പകുതിയിലധികമാണ്. പക്ഷേ നമ്മുടെ പദ്ധതി ആസൂത്രണത്തിലോ നമ്മുടെ ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ വൃദ്ധരുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പദ്ധതികളോ ഒന്നും നമ്മുടെ പദ്ധതി ആസൂത്രകരുടെ ശ്രദ്ധയിലില്ല എന്നുള്ളതാണ് അനുഭവം. ഈ നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വാർദ്ധക്യം മുന്തി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എപ്പോഴും ഒരു പുരോഗതിയുടെ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് പരമാർത്ഥമാണ്. നമ്മുടെ നാട്ടിൽ അത്ര വലിയൊരു പ്രതിസന്ധി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാത്തത് ഈ വർക്ക് ഫോഴ്സായിട്ടുള്ള ഏണിംഗ് പോപ്പുലേഷൻ പുറം നാടുകളിൽ പോയി വർദ്ധിതമായ വേതന സമാഹരിക്കുകയും അവ നാട്ടിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നതുകൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ മൈഗ്രൻ്റ് പോപ്പുലേഷൻ, നമ്മുടെ നാട്ടിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ്, അവർ ഇന്ന് പെർമനൻ്റ് റെസിഡൻഷ്യൽ പർപ്പസ് കൂടെ ലാക്കാക്കിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഇവരുടെ ആസ്തി ബാധ്യതകളൊക്കെ കിട്ടിയ വിലയ്ക്ക് വിറ്റ് കാശാക്കുകയോ അല്ലെങ്കിൽ വലിയൊരു തുകയ്ക്ക് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്ലഡ്ജ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഇവിടുത്തെ ധനം കൂടി സമാഹരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഈ വൃദ്ധരെ നോക്കാനായിട്ട് വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഒരു അശ്ലീലമായാണ് നമ്മുടെ സാമൂഹിക അവസ്ഥ നോക്കിക്കാണുന്നത്. യഥാർത്ഥത്തിൽ വളരെ മുട്ടിലിഴയുന്ന കുട്ടികളെ നോക്കാൻ ക്രഷുകളും ഡേ കെയർ സെൻ്ററുകളും ഒക്കെ പരിപാലിക്കുന്ന നമ്മുടെ നാട്ടിൽ എന്തിന് ഈ വൃദ്ധസദനങ്ങളോട് ഇത്ര ഒരു അശ്ലീലത കാണിക്കണം എന്നുള്ള ചോദ്യം ഈ യുവാക്കളാണ് ചോദിക്കേണ്ടത്. ഇത് വൃദ്ധരുടെ മാത്രം ഒരു പ്രശ്നമായി ഒതുങ്ങുന്നത് കൊണ്ട് പലരും വാർദ്ധക്യത്തിൽ എത്തിയതിന് ശേഷമാണ് ഇക്കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി ആസൂത്രകരും നമ്മുടെ ഭരണകർത്താക്കളുമൊക്കെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽക്കലോ അല്ലെങ്കിൽ അതിൻ്റെ മൂർധന്യതയിലോ കൂടി കടന്നു പോകുമ്പോഴാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം ആൾക്കൂട്ടത്തിന് ഒരു പരിഗണന നമുക്ക് കിട്ടാതെ പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഇതിന് സർക്കാർ ചില മെൻ്റർ പോളിസികൾ ഒക്കെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇവയൊന്നും പരിപാലിക്കപ്പെടാനോ അവയൊക്കെ കർശനമായി നിരീക്ഷിക്കാനോ ഒന്നും വലിയ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. ഇതിന് വലിയ പരാതികളും ഒന്നും ഉണ്ടാകാറില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അതിന് വേണ്ട പരിഗണനയും കിട്ടാറില്ല. അധികവും ഈ വൃദ്ധരെ പരിപാലിക്കുന്ന അഭയ കേന്ദ്രങ്ങളെല്ലാം നോക്കി നടത്തുന്നത് സാമൂഹ്യ സംഘടനകളോ മറ്റ് ചാരിറ്റബിൾ സൊസൈറ്റികളോ ഒക്കെ ആകും. ഇവർ പലപ്പോഴും ലാക്കാക്കുന്നത് ഈ പരിപാലിക്കപ്പെടുന്ന വാർദ്ധക്യ വ്യക്തിത്വങ്ങളുടെ വരുമാനമോ അവരുടെ സ്ഥായിയായ അസറ്റുകളോ ഒക്കെ നോട്ടം വെച്ചുമാകും. ശേഷം ഈ ഇതിൻ്റെ അനന്തരാവകാശികളുമായി ചില വ്യവഹാരങ്ങളും ഇതിന് അനുബന്ധമായി ഉടലെടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് സർക്കാർ ചില നിയതമായ നിയമ സംഹിതകളും സർക്കാരിൻ്റെ ഒരു ക്വാസി സെറ്റപ്പിൽ ഉള്ള, അതായത് പൊതുമേഖല സ്വഭാവമുള്ള ഒരു രീതിയിൽ ഇതിൻ്റെ പരിപാലനവും നോക്കിപ്പ് നടത്തുമൊക്കെ സാമൂഹ്യക്ഷേമ വകുപ്പ് ഏറ്റെടുക്കേണ്ട ഒരു കാലം കടന്നുപോയിരിക്കുന്നു. ഇത് അടിയന്തിരമായി നടപ്പാക്കേണ്ടതാണ്. ഇതിനായി ശബ്ദമുയർത്തേണ്ടത് വൃദ്ധർ മാത്രമല്ല, ഇവിടുത്തെ യുവത കൂടിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആകേണ്ടതുണ്ട് നമ്മുടെ സമകാലിക ചിന്ത.